നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 712th day. Today 31st sloka of Prathama Skandha 6th chapter. For details please see the discussion notes. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 712 ദിവസം. ഇന്ന് പ്രഥമ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ ദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6ാമത്തെ അധ്യായത്തിലെ 31ാമത്തെ ശ്ലോകം. സഹസ്രയുഗ പര്യന്ത ഉത്ഥായേദം ശിശിക്ഷത മരീചിമിശ്രാ ഋഷയ പ്രാണേഭ്യോഹം ചജഞ്ചിരേ. ഓം തത്സത്. സഹസ്രയുഗ പര്യന്ത ഉത്ഥായേദം ശിശിക്ഷത മരീചിമിശ്രാ ഋഷയ പ്രാണേഭ്യോഹം ചജഞ്ചിരേ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് സഹസ്രയുഗ പര്യന്ത ഉത്തായ ഇതം ശിശിക്ഷത മരീചി മിശ്ര ഋഷയ പ്രാണേഭ്യ അഹം ജഞ്ചിരേ. അഹം ജ ജഞ്ചിരേ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. അതായത് സഹസ്രയുഗ പര്യന്തത്തിൽ സഹസ്രയുഗങ്ങളുടെ ഒടുവിൽ ഉത്ഥാനം ചെയ്തിട്ട് ഇതിനെ ശിശിക്ഷത സൃഷ്ടിപ്പാൻ ഇച്ഛിക്കുന്നവൻ്റെ പ്രാണേഭ്യ പ്രാണങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി മുതലായ ഋഷികളും അഹം ജ ഞാനും ജഞ്ചിരേ ജനിച്ചു. അതായത് ഭഗവാന്റെ ഉള്ളിൽ ബ്രഹ്മാവ് പ്രവേശിച്ചു. അങ്ങനെ പ്രവേശിക്കുന്ന ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ ഞാൻ പ്രാണനിലൂടെ ഞാനും പ്രവേശിച്ചു എന്ന് നാരദർ പറയുകയാണ്. നാരദരുടെ പൂർവജന്മ സൂക്ഷ്മ ശരീരം ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു. ഇങ്ങനെ ആയിരം വർഷങ്ങൾ, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 വർഷങ്ങൾക്ക് ഒടുവിൽ ഇങ്ങനെ സൃഷ്ടിക്കുവാൻ ഇച്ഛിക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് പ്രാണനങ്ങളിൽ നിന്ന് ഞാനും മരീചി മുതലായ മറ്റു ഋഷിമാരും ജനിച്ചു, ജന്മമെടുത്തു, ഞങ്ങൾക്ക് ജന്മം നൽകി. അതായത് സകല ലോക സൃഷ്ടിയും ചെയ്യുന്നത് ബ്രഹ്മാവാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച ഈ നാരദരുടെ സൂക്ഷ്മ ശരീരം വളരെയേറെ വർഷങ്ങൾക്ക് ശേഷം ആ ബ്രഹ്മാവിൽ നിന്നും മരീചി മുതലായ മഹത്തുക്കളായിട്ടുള്ള മഹർഷിമാർ സൃഷ്ടിക്കുമ്പോൾ തന്നെയും ആ ബ്രഹ്മാവ് ജനിപ്പിച്ചു എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ബ്രഹ്മപുത്രനായിട്ട് നാരദർക്ക് ജന്മമുണ്ടായത്. ഭഗവത് ഭക്തി മാത്രമാണ് നാരദർക്ക് ഇപ്രകാരമുള്ള ഒരു ജന്മം ലഭിക്കുവാൻ ഇടയായത്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹത്വം വ്യാസർക്ക് അറിയാഞ്ഞിട്ടല്ല, വ്യാസരോട് തൻ്റെ പൂർവ്വകഥ പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ. എങ്ങനെയാണ് തനിക്ക് ഇത്രയൊരു ശ്രേഷ്ഠമായ ജന്മം ലഭിക്കാൻ കാരണമുണ്ടായത്, എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ ജന്മം ലഭിച്ചത് എന്നത് നാരദർ വ്യാസ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാന്റെ കഥകൾ വിവരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ട് തൻ്റെ പൂർവ്വകഥ വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നാരദർ. അങ്ങനെ ഞാൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ നിന്നും മരീചി മുതലായ മറ്റു ഋഷികളോടൊപ്പം ബ്രഹ്മാവ് എനിക്കും ജന്മം നൽകി, ഞാൻ ജനിച്ചു എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിലൂടെ. ശ്ലോകം ഒരിക്കൽ കൂടി. സഹസ്രയുഗ പര്യന്ത ഉത്തായേദം ശിശിക്ഷത മരീചിമിശ്രാ ഋഷയ പ്രാണേഭ്യോഹം ചജഞ്ചിരേ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം
ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ.